പ്രണയസല്ലാപം. കഥാരചന ജീവാമൃതം. ഡോക്ടർ സിന്ധു BK. വായന ഷഫീഖ് ആദിക്കോട്. സന്ധ്യയുടെ സ്വർണ്ണ നിറം തടാകക്കരയിലെ വെള്ളത്തിൽ പതിഞ്ഞ് 1000 പൊൻതരികളായി ചിതറിക്കിടക്കുകയായിരുന്നു. കാറ്റിൽ മുല്ലപ്പൂവിൻ്റെ മൃദുഗന്ധം നിറഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അരവിന്ദ് ആ പഴയ പാർക്കിലെ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. കോളേജ് കാലത്ത് അവനും സുമയും സ്വപ്നങ്ങൾ നെയ്തിരുന്ന അതേ സ്ഥലം. ജീവിതം ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും അവൻ്റെ മനസ്സ് ഇന്നും ചില ഓർമ്മകളുടെ കരയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് വെള്ള സാരി അണിഞ്ഞൊരു സ്ത്രീ അവൻ്റെ നേരെ നടന്നു വന്നത്. അരവിന്ദ് അവളെ കണ്ട നിമിഷം ശ്വാസം നിലച്ചതുപോലെ തോന്നി. സുമ. അവൻ്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. സ്ത്രീയൊന്നു നിന്നു. പിന്നെ അവളുടെ കണ്ണുകളിൽ ഒരു പരിചിതമായ പ്രകാശം തെളിഞ്ഞു. അരവിന്ദ്. ഇരുവരും കുറച്ചുനേരം പരസ്പരം നോക്കി നിന്നു. വർഷങ്ങളുടെ അകലം ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞു പോയതുപോലെ. സുഖമാണോ? അരവിന്ദ് ചോദിച്ചു. സുഖമാണോ? നീയോ? ഞാനും സുഖം. അവർ അടുത്തുള്ള ബെഞ്ചിലിരുന്നു. നീ എന്നെ മറന്നെന്ന് ഞാൻ കരുതിയിരുന്നു, അരവിന്ദ് പറഞ്ഞു. സുമ ചെറുതായി ചിരിച്ചു. പ്രണയിച്ചവരാരെങ്കിലും മറക്കുമോ? പിന്നെന്തിനാണ് ഒരു വാക്കുപോലും പറയാതെ നീ പോയത്? ആ ചോദ്യം കേട്ടപ്പോൾ സുമയുടെ കണ്ണുകളിൽ വേദനയുടെ നിഴൽ വീണു. അച്ഛൻ്റെ അസുഖം, കടങ്ങൾ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. അന്ന് എൻ്റെ ജീവിതം എൻ്റെ കൈകളിലായിരുന്നില്ല അരവിന്ദ്. ഒരു കത്തെങ്കിലും അയക്കാമായിരുന്നു. എഴുതിയിരുന്നു. എന്ത്? പല കത്തുകളും എഴുതിയിരുന്നു. പക്ഷെ ഒന്നുപോലും അയച്ചില്ല. എന്തുകൊണ്ട്? നിന്റെ സ്വപ്നങ്ങൾ തകർക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അരവിന്ദ് നിശബ്ദനായി. അല്പം കഴിഞ്ഞ് അവൻ ചോദിച്ചു, സുമ, നീ വിവാഹം കഴിച്ചിരുന്നോ? സുമ ഒരു ദീർഘനിശ്വാസമെടുത്ത് അതെ. അരവിന്ദിൻ്റെ മുഖം മങ്ങിപ്പോയി. വീട്ടുകാരുടെ നിർബന്ധമായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്നെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ 5 വർഷം മുമ്പ് ഒരു അപകടത്തിൽ അദ്ദേഹം മരിച്ചു. അരവിന്ദ് മൗനമായി. ക്ഷമിക്കണം സുമ. ജീവിതം അങ്ങനെയാണ്. ചില നഷ്ടങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. മക്കൾ? ഒരു മകളുണ്ട്. ഇപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. അരവിന്ദൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. നിന്റെ സ്വപ്നങ്ങളിൽ അവളിലൂടെ ജീവിക്കുന്നുണ്ടല്ലോ? അതെ. സുമയും ഒരു നിമിഷം മൗനമായി നിന്ന ശേഷം ചോദിച്ചു, നീ? അരവിന്ദ് ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ വിവാഹം കഴിച്ചില്ല. സുമ അത്ഭുതത്തോടെ അവനെ നോക്കി. എന്തിന്? ഹൃദയം ഒരിക്കൽ മാത്രം ഒരാൾക്ക് സ്വന്തമാകും. സുമയുടെ കണ്ണുകൾ നിറഞ്ഞു. അരവിന്ദ്, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല സുമ. പക്ഷെ മറക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. ഞാനും മറന്നിട്ടില്ല. സൂര്യൻ പതിയെ അസ്തമിക്കുകയായിരുന്നു. നിനക്കറിയാമോ? സുമ പറഞ്ഞു. ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടു. പക്ഷേ എൻ്റെ മനസ്സിലുള്ള അരവിന്ദനെ പോലെ ആരും ഉണ്ടായിരുന്നില്ല. നീ സന്തോഷമായിരുന്നു. കടമകൾ നിറവേറ്റി. പക്ഷേ സന്തോഷം അത് മറ്റൊന്നാണോ? അരവിന്ദ് പതിയെ അവളുടെ കൈകളിൽ തൻ്റെ കൈ ചേർത്ത്. നമുക്ക് നഷ്ടമായ വർഷങ്ങൾ തിരികെ കിട്ടില്ല. ഇല്ല. പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങൾ മനോഹരമാക്കാം. സുമ അവനെ നോക്കി. ഇനി വൈകിപ്പോയില്ലേ? പ്രണയത്തിന് സമയപരിധിയില്ല സുമ. അവളുടെ ചുണ്ടുകളിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ പറയൂ, എന്ത്? ഇന്നും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അരവിന്ദ് ആകാശത്തിലേക്ക് നോക്കി ശ്വാസമെടുക്കുന്നത് പോലെ. സുമയുടെ കണ്ണുകൾ സന്തോഷത്തിൻ്റെ കണ്ണുനീരാൽ നിറഞ്ഞു. ഞാനും. സൂര്യൻ അസ്തമിച്ചു. തടാകത്തിൽ ചന്ദ്രൻ്റെ വെള്ളി വെളിച്ചം പരക്കാൻ തുടങ്ങി. അവർ പതിയെ പാർക്കിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഇത്തവണ അവരുടെ കൈകൾ തമ്മിൽ ചേർന്നിരുന്നു. ഒരിക്കൽ സാഹചര്യങ്ങൾ വേർപ്പെടുത്തിയ 2 ഹൃദയങ്ങൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വീണ്ടും ഒന്നിക്കുകയായിരുന്നു. കാരണം യഥാർത്ഥ പ്രണയം ഒരിക്കലും മരിക്കില്ല. അത് ചിലപ്പോൾ കാലത്തിൻ്റെ നീണ്ട ഇടവേളകളിൽ മൗനമായി കാത്തിരിക്കും. വീണ്ടും കണ്ടുമുട്ടുന്നൊരു സന്ധ്യക്കായി. ഈ കഥയുടെ സന്ദേശം: പ്രണയം എല്ലായ്പ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നതല്ല. ഒരിക്കലും മായാത്ത സ്നേഹത്തിൻ്റെ ഓർമ്മയായി
ഹൃദയത്തിൽ നിലനിൽക്കുന്നതാണ്.